സന്തോഷ് മാധവനെ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ച ശേഷമുള്ള ആദ്യ തെളിവെടുപ്പാണ് എറണാകുളത്തെ MG റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ നടന്നത്. തെളിവെടുപ്പ് 6 മണിക്കൂറോളം നീണ്ടുനിന്നു. ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാരോപിച്ച് കടവന്ത്ര സ്വദേശിനിയായ 15-കാരി നൽകിയ പരാതി സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന വ്യക്തമായ തെളിവുകൾ പോലീസിന് ലഭിച്ചു. ഈ പെൺകുട്ടിയെ ഉപയോഗിച്ച് നിർമ്മിച്ച അശ്ലീല സീഡികളും സന്തോഷ് മാധവന്റെ ബാങ്ക് ലോക്കറിൽ നിന്ന് ലഭിച്ചു. സന്തോഷ് മാധവൻ ലൈംഗികമായി പീഡിപ്പിച്ച മറ്റു പെൺകുട്ടികളുടെ ദൃശ്യങ്ങളടങ്ങുന്ന 25-ലധികം സീഡികളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങൾ പോലീസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. സന്തോഷ് മാധവന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഫെഡറൽ ബാങ്കിൽ നിന്ന് ഗൌരവമായ തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ഡെപ്യൂട്ടി കമ്മീഷണർ വിക്രം, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ PM വർഗീസ്, CI G വേണു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. സന്തോഷ് മാധവന്റെ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് കലാസംവിധായകൻ കൈലാസ് റാവു നൽകിയ പരാതി സംബന്ധിച്ച് എറണാകുളം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പാലക്കാട്ടെത്തി തെളിവെടുത്തു. സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ജയചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് സന്തോഷ് മാധവൻ പണം നൽകാനുള്ളവരുടെ പരാതികൾ സംബന്ധിച്ച രേഖകൾ പരിശോധിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.